drop it. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സയൻസ് എക്സിബിഷനൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു വെടിക്കെട്ട് വോൾക്കാനോ മോഡൽ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മണ്ണെടുക്കാം. മണ്ണെടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, നല്ലപോലെ അങ്ങ് കുഴയ്ക്കുക. അപ്പോൾ ആ മണ്ണൊക്കെ കുഴച്ച് ഏതാണ്ട് ഈ ഒരു പരുവാക്കി എടുക്കണം. ഒറ്റ കട്ട പോലെ ആക്കണം മണ്ണ്. ഇങ്ങനെ കുഴച്ചെടുത്ത മണ്ണ് നമുക്ക് ഈ ഒരു ആവശ്യത്തിന് പറ്റത്തുള്ളൂ. കാരണം നല്ല അടിപൊളിയായിട്ട് കുഴച്ച മണ്ണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്ലാറ്റ്ഫോം ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കുക. ഇതാകുമ്പോൾ കറക്റ്റ് ഈ മണ്ടഭാഗം അത് ഇങ്ങനെ കോണായിട്ട് കിട്ടും. ഏത് കുപ്പിയായാലും കുഴപ്പമില്ല, ഈ ടൈപ്പ് കുപ്പി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് അതിലേക്ക് മണ്ണ് നമ്മൾ തേച്ച് ആദ്യം കുപ്പി ഒന്ന് നല്ല സിറ്റിങ് ആക്കുക ഇവിടെ. ഓക്കെ, കുപ്പി ഇനി ഇരുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് കൂട്ടി ഏകദേശം ഒരു വോൾക്കാനോ രൂപത്തിലാക്കി എടുക്കുക. ഇവിടെ എല്ലായിടത്തും മണ്ണ് തേച്ച് പിടിപ്പിച്ച് ഇതുപോലെ വോൾക്കാനോ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. ഇങ്ങനെ ഈ മണ്ടഭാഗം അടയാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കണം. ഇപ്പം ഞാൻ ആക്കി കാണിക്കാം. അപ്പോൾ അതായത് നമ്മുടെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളൊരു വെടിക്കെട്ട് വോൾക്കാൻ ഇവിടെ തീർത്തെടുത്തിട്ടുണ്ട്. നല്ല ഏകദേശം നല്ല രീതിയിലൊക്കെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒറിജിനാലിറ്റിക്ക് വേണ്ടി കുറച്ച് പായലും കല്ലും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫ്യൂസ് നിറയ്ക്കേണ്ട പരിപാടിയുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കളർ കഴിക്കാം. കുറച്ച് ഫുഡ് കളർ ഒഴിച്ചാൽ മതി. ഓക്കെ, കുറച്ച് ആ സൈഡിലൊക്കെ പോയി, കുഴപ്പമില്ല. കുറച്ച് ഫുഡ് കളർ ഒഴിക്കണം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പു കലക്കിയ വെള്ളമോ നമ്മുടെ വിമ്മോ എന്തെങ്കിലും കളിക്കുക വെള്ളം നല്ല ഒഴിക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പത കൂടുതൽ വരാൻ വേണ്ടിയാണ്. അപ്പോൾ അതും നല്ലപോലെ ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഫുഡ് കളറും ചേർത്തു, ഷാമ്പു കലക്കിയ വെള്ളവും ചേർത്തു. ഇനി മെയിനായിട്ട് ചേർക്കേണ്ടതാണ് വിനാഗിരി. വിനാഗിരി ഏകദേശം ഒരു 500 ml ബോട്ടിലാണ്. അപ്പോൾ അത് ഏകദേശം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിക്കേണ്ട ആവശ്യമില്ല, പകുതി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അളവിൻ്റെ അകത്ത് ഒഴിച്ചാൽ മതി. വാരി വലിച്ചങ്ങ് ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം പതയ്ക്ക് വരാൻ നല്ലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഈ ഒരു അളവിലൊക്കെ ഒഴിച്ചാൽ മതി, മൊത്തം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചെറിയൊരു കുപ്പിയായി വെച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇനി മെയിനായിട്ട് നമുക്ക് വേണ്ടത് ആ സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി കുറച്ച് കൂടുതലെടുക്കാം. ഓക്കെ, ഇത്രയും സോഡാപ്പൊടി എടുക്കുക. ഇനി നമ്മുടെ ഒന്നും നോക്കണ്ട, നേരെ വോൾക്കാനോയ്ക്ക് അകത്തേക്ക് ഇടുക. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നേരെ നോക്കാം. അവസാനം നമ്മുടെ സോഡാപ്പൊടി വോൾക്കാനോയ്ക്ക് അകത്തേക്ക് ഇടുവാണ്. എന്താ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, സിമ്പിളായിട്ട് എങ്ങനെ ഒരു വോൾക്കാനോ മോഡൽ നിർമ്മിക്കാം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങനെയുണ്ടെന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്.